വേണം. എന്നാൽ അർജുനോട് കലഹിക്കുന്ന ഞാൻ അർജുനോട് ഉള്ളിൽ ഒരു ദേഷ്യവും വിചാരിച്ചിട്ടല്ല, കോപത്തോടു കൂടിയുമല്ല ചെയ്യുന്നത് എന്ന് പറയും. ഞാൻ അവിടെ ചെറുതായിട്ട് അർജുനൻ്റെ ഒരു യുദ്ധം ചെയ്യേണ്ടി വരും. യുദ്ധം ചെയ്ത് അർജുനൻ്റെ ഉള്ളിൽ, കാരണം സർവസംഹാരിയായ ഒരു അസ്ത്രത്തിന് വേണ്ടി അത് സമാഹരിക്കുന്ന ഒരു വ്യക്തിക്ക് മനസ്സിന് പല അഹങ്കാരം അല്ലെങ്കിൽ മുൻകോപം എന്നീ ദൂഷ്യങ്ങളുള്ള ഒരു മനസ്സിലുള്ള ഒരാൾക്ക് ഒരിക്കലും ഇത് കയ്യിൽ വെക്കാൻ സാധിക്കില്ല. കാരണം കോപാധിക്യം കൊണ്ട് പെട്ടെന്ന് അത് പ്രയോഗിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് അർജുനൻ്റെ ഉള്ളിൽ താനൊരു വില്ലാളി വീരനും എല്ലാ ആയുധങ്ങളിലും അതിപ്രഗത്ഭനാണ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ഒരു അഹങ്കാരത്തെ ഇല്ലായ്മ ചെയ്യണം. അതിന് വെറും ഒരു കാട്ടാളനായ ഒരാൾ വന്നിട്ട് അദ്ദേഹത്തെ പരാജയപ്പെടുത്തുന്നതായി അദ്ദേഹത്തിന് തോന്നിപ്പിക്കണം. അതിനുവേണ്ടി ഞാൻ അദ്ദേഹമായിട്ട് യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്ന് ശിവൻ പറയും. അങ്ങനെ ഇവർ കാടളക്കിക്കൊണ്ട് എല്ലാവരും കൂടിയിട്ട് വല വിരിച്ച്, മൂകാസുരനാകട്ടെ കരിക്കുന്നിന് പോലെ വലിപ്പമുള്ള ഒരു പന്നിയുടെ വേഷത്തിലാണ്, രൂപം ധരിച്ചിട്ടാണ് വനത്തിലൂടെ അർജുനനെ ലക്ഷ്യമാക്കിയിട്ട് ഓടുന്നത്. അപ്പം ആ വലയെല്ലാം കെട്ടിയ സന്ദർഭത്തിൽ ശിവന് പെട്ടെന്ന് അദ്ദേഹത്തിന് തൃക്കണ്ണ് ചുവക്കുന്നത് കണ്ടിട്ട് കാട്ടാളത്തേക്ക് ഭയമാവുകയും ആ സമയത്ത് എന്താണ് അങ്ങ് ഇത്ര പെട്ടെന്ന് രോഷാകുലനായി, അങ്ങയുടെ കണ്ണെന്താ ഇത്രയും ചുവന്ന് കാണുന്നത്? പണ്ട് കാമദേവനെ സംഹരിക്കുന്ന സമയത്ത് മാത്രമേ ഞാൻ ഇത്രയും ദേഷ്യത്തോടു കൂടി ഒരു ഭാവത്തോടു കൂടി അങ്ങയെ കണ്ടിട്ടുള്ളൂ. നമുക്ക് ഈ ഉദ്യമമൊന്നും വേണ്ട, നേരെ പ്രത്യക്ഷപ്പെട്ട് അർജുനന് പാശുപതാസ്ത്രം കൊടുക്കാം. അപ്പം ആ സമയത്ത് കാട്ടാളൻ പറയും, മറ്റൊന്നുമല്ല, ഞാൻ ആ മൂകാസുരൻ്റെ ദുര്യോധനൻ്റെയും അവസ്ഥ ആലോചിച്ചപ്പോൾ എനിക്ക് ദേഷ്യം വന്നതാണ്. എന്തായാലും ഞാൻ പിന്നാക്കമില്ല, അർജുനായിട്ട് ഞാൻ യുദ്ധം ചെയ്യുമെങ്കിലും എനിക്ക് ഉള്ളിൽ ദേഷ്യമൊന്നും ഉണ്ടാവില്ല, അത് നീ ഭയക്കണ്ട എന്ന് പറയും. അപ്പോൾ വീണ്ടും പാർവതി ചോദിക്കും, അങ്ങനെ പറഞ്ഞിട്ടും എന്തിനാണ് ഇപ്പോൾ യുദ്ധം ചെയ്യാൻ അങ്ങനെ ഈ ദേഷ്യം വരാനുള്ള കാരണം എന്താണ്? ഈ ക്രോധാധിക്യം വന്നു കഴിഞ്ഞാൽ അങ്ങ് ഭസ്മമാക്കി കളയില്ല അർജുനനെ. അർജുനൻ കേവലം ഒരു മനുഷ്യനായിട്ടുള്ള അർജുനനെ അങ്ങയുടെ ഈ ഒരു ശക്തിയെ താങ്ങാൻ സാധിക്കുമോ? അപ്പോൾ അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് വരം കൊടുക്കുക തന്നെയല്ലേ ചോദിക്കും. അപ്പോൾ പറയും, വേണ്ട, നീ എൻ്റെ കൂടെ വന്നാൽ മതി. എനിക്ക് എപ്പോഴൊക്കെ അമിതമായി ദേഷ്യം വരുന്നുണ്ടെന്ന് തോന്നുന്നു ആ സമയത്ത് നീ എന്നെ സാന്ത്വനിപ്പിച്ചാൽ മതി. അപ്പോൾ നീയും എൻ്റെ കൂടെ വരണം എന്ന് പറഞ്ഞ് ആ വല വിരിച്ചിരിക്കുന്ന സമയത്ത് വലയെ ഭേദിച്ചുകൊണ്ട് മൂകാസുരൻ അർജുനൻ്റെ നേർക്ക് പാഞ്ഞെടുക്കും. എങ്ങനെയോ അർജുനനും മൂകാസുരൻ്റെ വരവിനെ അറിഞ്ഞിട്ട് കാട്ടാളനും അർജുനനും ഒരേ സമയത്ത് അസ്ത്രം തൊടുക്കും. ഇരുവരുടെയും അസ്ത്രം ഒരേ സമയം മൂകൻ്റെ മേൽ തറച്ചിട്ട് മൂകൻ ക്ഷണത്തിൽ മരിച്ചു വീഴും. ആ സന്ദർഭത്തിൽ കാട്ടിലെ വേട്ടയാടുന്നവരുടെ നിയമം എന്നുള്ളൊരു പേരിൽ ശിവൻ അർജുനനോട് കയർക്കും. ഞാനാണ് ആദ്യം എൻ്റെ അസ്ത്രമാണ് ആദ്യം ഈ പന്നിയെ തറച്ചത്, മാത്രമല്ല ഞാൻ ഇതിനെ ഓടിച്ചുകൊണ്ട് വരികയായിരുന്നു, അപ്പം നീ എന്തിനാ അതിൻ്റെ ഇടയിൽ കയറി അമ്പെയ്തു എന്ന് ചോദിക്കും. അർജുനനാവട്ടെ തെല്ലൊരു ആശ്ചര്യത്തോടു കൂടിയിട്ട് 3 ലോകങ്ങളിലും അറിയപ്പെടുന്ന ഇന്ദ്രപുത്രനായ എന്നോട് ഒരു കാട്ടാളൻ വന്നിട്ട് യുദ്ധത്തിനായി വരികയാണ്. അത് അദ്ദേഹത്തിനെ അത്ഭുതപ്പെടുത്തുകയും അദ്ദേഹം പറയും, നീ എൻ്റെ മേൽ വന്ന് സ്പർശിച്ചത് കൊണ്ട് നിന്നെ ഞാൻ ഇനി വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. നിനക്ക് ഞാൻ ആരെന്നറിയുമോ? ഞാൻ 8 ദിക്കുകളിലും അറിയപ്പെടുന്ന അർജുനനാണ്. അപ്പം ഞാൻ ഇവിടെ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, നായാടുകയായിരുന്നില്ല, നീയാണ് എൻ്റെ ഏകാഗ്രത നശിപ്പിച്ചത് എന്ന് പറയും. അപ്പം ആ സന്ദർഭത്തിൽ കാട്ടാളൻ പറയും, ഓ, ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്, നിങ്ങളുടെ 5 സഹോദരന്മാരും ഒരു പത്നിയും നിങ്ങൾ ചൂത് കളിച്ച് പണയം വെച്ചതും കഥകളൊക്കെ എനിക്കറിയാം. അപ്പോൾ നിങ്ങൾ കൂട്ടത്തോടെ നിങ്ങളെല്ലാവരും വളരെ അശ്ലീല സ്വഭാവമുള്ള ആളുകളാണെന്ന് ഞങ്ങൾക്കറിയാം എന്ന് പറയും. അപ്പോൾ ആ സമയത്ത് അർജുനന് കൂടുതൽ കോപാധിക്യം ഉണ്ടാവുകയും എന്തായാലും നിന്നെ ഞാൻ വധിച്ചിരിക്കും, ശ്രീകൃഷ്ണനാണ് സത്യം എന്ന് പറയും. അപ്പോൾ കാട്ടാളൻ പറയും, ആ, കള്ളകൃഷ്ണനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, നിനക്ക് പറ്റിയൊരു ചങ്ങാതി തന്നെയാണ്, ഒരു നാണവും ഉടുപ്പും ഇല്ലാതെ സ്ത്രീകളിലൊപ്പം ആടിക്കുഴഞ്ഞ് നടന്ന് വെണ്ണ കെട്ടി തിന്നുന്ന ശ്രീകൃഷ്ണൻ. പിന്നെ ഒരുത്തനുണ്ടല്ലോ, ഒരു വെയ്യാത്ത വയസ്സനായിട്ടുള്ള ഒരു തന്തയായിട്ടുള്ള ഒരു കാളയുടെ പുറത്ത് കയറി പോകുന്ന ഒരുത്തൻ, വെള്ളിമലയൻ എന്നൊക്കെ വിളിക്കാം, ഒരു കള്ളനല്ലേ അവൻ എന്ന് ചോദിക്കും. ശിവനെ തന്നെയാണ് ശിവൻ ചോദിക്കുന്നത്. പക്ഷെ ഇത് കേൾക്കുന്നതോടെ അർജുനന് സഹിക്കാൻ പറ്റാത്ത ഇരുവരും തമ്മിൽ യുദ്ധമാവും. ആ യുദ്ധം മൂർച്ഛിക്കുന്ന സമയത്ത് കാട്ടാളസ്ത്രീ വന്നിട്ട് കാട്ടാളനെ പിടിച്ചു മാറ്റിയിട്ട്, ഇനി മതി, യുദ്ധം ചെയ്തത് മതി, ഇനി കൂടുതലൊന്നും ചെയ്യണ്ട, നമുക്ക് എത്രയും പെട്ടെന്ന് വരം കൊടുക്കാം എന്ന് പറയും. അപ്പം അവിടെ ശിവൻ പറയും, ഇത് കണ്ടില്ല, എൻ്റെ ശരീരം മുഴുവൻ അസ്ത്രങ്ങളെ തറച്ചു,
ഈ അർജുനൻ്റെ തല ഞാൻ അടിച്ചു പൊളിക്കും, അല്ലാതെ ഞാൻ അങ്ങോട്ട് പോരുന്ന പ്രശ്നമില്ല എന്ന് പറയും. ഇത് വീണ്ടും യുദ്ധം ചെയ്യും. അപ്പോൾ ആ സമയത്ത് തൻ്റെ ഭർത്താവിനോട് പറയുന്നതിനേക്കാൾ നല്ലത് അർജുനോട് പറയുകയാണെന്ന് വിചാരിച്ചിട്ട് അർജുനോട് പറയും, പൊട്ട ഫൽഗുന, ഇതാരാണെന്ന് എനിക്കറിയില്ല, മട്ടലർ ബാണദേവനെ കാമദേവനെ ദഹിപ്പിച്ച് കളഞ്ഞ ആളാണ് എന്ന് പറയും. അർജുനനാവട്ടെ ഈ സമയത്ത് യുദ്ധത്തിൻ്റെ ആ ഒരു വീര്യത്തിൽ നിൽക്കുന്ന, ഉത്സാഹത്തിൽ നിൽക്കുന്ന സമയത്ത് വീണ്ടും വീണ്ടും തുടരെ ഈ ഒരു സ്ത്രീ വന്ന് ഇടപെടുന്നതിലുള്ള ദേഷ്യത്തിൽ വേടനാരി നീ പോടി എന്ന് പറഞ്ഞ് ആട്ടും. തുടർന്നുണ്ടാവുന്ന യുദ്ധത്തിൽ വീണ്ടും കാട്ടാളത്തി വന്നിട്ട് പറയും, ഏതായാലും ഞാൻ പറയുന്ന വാക്കുകൾ കേൾക്കാതെ നീ പിന്നെയും കയർക്കുകയാണ്, അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, നീ ഇനി അയക്കുന്ന അസ്ത്രങ്ങളെല്ലാം തന്നെ പുഷ്പങ്ങളായി മാറട്ടെ എന്ന് പറഞ്ഞിട്ട് ശപിക്കും. ഇത് കൂട്ടാക്കാതെ അർജുനൻ അസ്ത്രങ്ങൾ അയക്കുമ്പോൾ അത് മുഴുവൻ പുഷ്പങ്ങളായി ഒരു പുഷ്പവൃഷ്ടിയോട് കൂടിയിട്ട് കാട്ടാളനെ മൂടും. ആ സന്ദർഭത്തിൽ വീണ്ടും കാട്ടാളത്തി വന്നിട്ട് പറയും, നിന്റെ അമ്മുടുങ്ങാത്ത ആവനാഴിയിൽ ഒരസ്ത്രം പോലും എടുക്കാനില്ലാതെ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ശപിക്കും. അപ്പം അവിടെ നോക്കുമ്പോൾ തൻ്റെ ആവനാഴിയിൽ ഒരസ്ത്രം പോലും ഇല്ലാതെ അർജുനന് എന്തോ ഇതിലൊരു വൈചിത്രം വിചാരിച്ച്, എന്നാൽ പോലും തൻ്റെ ഉള്ളിലെ അഹങ്കാരം മൂലം അതിനെയും വകവയ്ക്കാതെ അദ്ദേഹം വില്ലെടുത്ത് ഞാൻ വലിച്ചു പൊട്ടിച്ച വില്ല് കൊണ്ട് ശിവന്റെ ശിരസിൽ 3 തവണ പ്രഹരിക്കും. ആ പ്രഹരമേറ്റ് ഗംഗ, ജടയിലിരിക്കുന്ന ഗംഗ ആ വില്ല് അപ്രത്യക്ഷമാക്കും. തുടർന്ന് ഇരുവരും തമ്മിൽ ഗംഭീരമായിട്ടുള്ള ഒരു മുഷ്ടിയുദ്ധം നടക്കും. അതിൽ ശരിക്ക് വൃക്ഷങ്ങൾ പറിച്ചും പാറകളെടുത്തെറിഞ്ഞും ഇരു കൈകൾ കൊണ്ട് അടിച്ചും ഒക്കെ യുദ്ധം ചെയ്യുന്നുണ്ട്. ആ യുദ്ധത്തിനൊടുവിൽ കിരാതൻ അർജുനനെ പൊക്കിയെടുത്ത് വലിച്ചെറിയുകയാണ്, ദൂരേക്ക് എറിയുകയാണ്. അങ്ങനെ 2 തവണ എറിഞ്ഞ് 3ാമത്തെ തവണ എറിയുന്നതോടുകൂടി അർജുനൻ മോഹാലസ്യപ്പെട്ട് കിടക്കുകയും കാട്ടാളത്തി വന്ന് തല്ലൊരു അരിശത്തോട് കൂടിയിട്ട് തന്നെ കാട്ടാളനോട്, മതി, ഇനി ഈ വക നാടകങ്ങളൊന്നും വേണ്ട, നമുക്ക് എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന് വരം കൊടുക്കുക എന്ന് പറഞ്ഞ് അങ്ങനെ പത്നിയുടെ ഒരു വാക്കിനെ മാനിച്ചുകൊണ്ട് ഇരുവരും കൂടി അർജുനന് അദ്ദേഹത്തിന് നേരിട്ടിട്ടുള്ള ക്ഷീണത്തെ ഇല്ലാതാക്കുകയും മോഹത്തിൽ നിന്ന് അർജുനൻ ഉണരുകയും ചെയ്യും. ഉണരുന്ന അർജുനൻ നിരവധി പുഷ്പങ്ങളെടുത്ത് ഒരു മണ്ണ് കൊണ്ട് ഒരു ശിവലിംഗം നിർമ്മിച്ച് അതിലേക്ക് അർച്ചിക്കുകയും ആ അർച്ചിക്കുന്ന പുഷ്പങ്ങളെല്ലാം തന്നെ കിരാതൻ്റെ തലയിൽ ചെന്ന് വീഴുന്നത് കണ്ട് അദ്ദേഹത്തിന് മനസ്സിലാവും, തൻ്റെ മുന്നിൽ ഇതേവരെ യുദ്ധം ചെയ്തത് മറ്റാരുമല്ല, സാക്ഷാൽ താൻ തപസ് ചെയ്യുന്ന സാക്ഷാൽ പരമശിവൻ തന്നെയാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കഠിനമായിട്ടുള്ള കുറ്റബോധം വന്നിട്ട് അദ്ദേഹം വിലപിക്കുകയാണ്, മന്മഥനാശന മമ കർമ്മമേവമോ ജന്മമൊടുങ്ങുവാൻ വരം കൺമഷാരെ തരയണമേ എന്ന് പറയും. ഈ ഒരു വാചകത്തിൻ്റെ ഒരു പ്രത്യേകതയുമുണ്ട്. ആട്ടക്കഥാകൃത്ത് ഇത് രചിച്ച സമയത്ത് ഇദ്ദേഹം ഇത് പാടിയ ഉടൻ തന്നെ അദ്ദേഹത്തെ ഒരു സർപ്പം വന്ന് ദംശിക്കുകയും അദ്ദേഹം മരണപ്പെട്ടു പോയി എന്നുള്ളൊരു കഥയും ഈ ആട്ടക്കഥ രചയിതാവിനെ കുറിച്ചുണ്ട്. അദ്ദേഹത്തിന് കടുത്ത ദാരിദ്ര്യമായിരുന്നു. അങ്ങനെ അറം പറ്റിയൊരു വാചകമായി അദ്ദേഹത്തിന് ഭവിച്ചു എന്നും ഒരു കഥയുണ്ട്. ഇപ്പം ഈ സമയത്ത് ശിവനും പാർവതിയും തൻ്റെ യഥാർത്ഥ രൂപം ധരിച്ച് അർജുനന് പാശുപതാസ്ത്രം ഉപദേശിച്ചു കൊടുക്കുകയും അവർ തിരിച്ച് കൈലാസത്തിലേക്ക് മടങ്ങുകയും ചെയ്യും. ഇത്രയും ഭാഗം വരെയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. അങ്ങനെ അർജുനൻ പാശുപതാസ്ത്രം നേടിയ അർജുനൻ മനസ്സിന് ഒരു രാജർഷി എന്നതുപോലെ ഒരു സ്ഥൈര്യം വന്ന സന്ദർഭത്തിൽ കഥ അവസാനിപ്പിക്കുന്ന പല രീതിയിലാണെങ്കിലും അർജുനന്മാർ ഇന്ന് കാണിച്ചു വരുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകാശത്തിലൊരു സ്വർണ്ണ നിറത്തിലുള്ള ഒരു രഥം താഴേക്ക് ഇറങ്ങി വരുന്നതായി കാണിക്കും. മറ്റാരുമല്ല, ഇന്ദ്രൻ്റെ അദ്ദേഹത്തിൻ്റെ രഥം തെളിക്കുന്ന മാതലിയാണ് വരുന്നത്. ഇന്ദ്രൻ സ്വർഗത്തിലേക്ക് ഉടലോടുകൂടി കൊണ്ടുപോകാനായിട്ട് അദ്ദേഹത്തിനെ പറഞ്ഞയച്ചിരിക്കുകയാണ് അർജുനനെ കൊണ്ടുവരാനായി. ഈ വിവരം അറിഞ്ഞിട്ട് അത് കാണിച്ചിട്ടാണ് അവസാനിപ്പിക്കാറുള്ളത്. ഇത്രയും ഭാഗമാണ് ഇവിടെ നിന്ന് അവതരിപ്പിക്കുന്നത്. ഇതിൽ പങ്കെടുക്കുന്ന കലാകാരന്മാർ അർജുനനായി ശ്രീ മോഹൻകുമാർ നാഥ്, കാട്ടാളനായി ശ്രീ കലാമുള്ളം മനോജ്, കാട്ടാള സ്ത്രീ ശ്രീമതി RLV ആര്യദേവി തീയാടി, മൂകാസുരനായി കുമാരി കലയാമി മാളവിക തീയാടി, ശിവനായി RLV രഞ്ജുമോൾ മോഹൻ, പാർവതി കുമാരി കലയാമി വൈഷ്ണവി തീയാടി, പിന്നണിയിൽ പാട്ട് ജിഷ്ണു ഒരുപലാശ്ശേരി, ശ്രീ കലാമുള്ളം ജീവൻ, വാദ്യവിഭാഗത്തിൽ ചെണ്ട കൈകാര്യം ചെയ്യുന്നത് ശ്രീ പനാവൂർ ശ്രീഹരി, മദ്ദളം ശ്രീ കലാമണ്ഡലം ജയപ്രസാദ്, അണിയറയിൽ ചുട്ടികുത്തിയത് ശ്രീ ഏരൂർ മനോജ്, അണിയിച്ചൊരുക്കുന്നത് ശ്രീ ഏരൂർ മനോജ്, ചന്ദ്രൻ ഉണ്ണിത്താൻ, ഏരൂർ സദു സദൻ, കളിയോഗം ശ്രീ ഭവാനീശ്വരി കഥകളി യോഗം തൃപ്പൂണിത്തറ,
അവതരണം നവമി കലാനികേതൻ തൃപ്പൂണിത്തുറ. കഥ ആരംഭിക്കുകയാണ്.